ചോറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചപ്പാത്തിയാണല്ലേ മെയിനായിട്ട് നമ്മളെല്ലാവരും കഴിക്കുന്നത്. ഇപ്പം ഉച്ചക്കാണെങ്കിലും ഡയറ്റ് ഉള്ളവർ ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒക്കെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ വളരെയധികം ഗ്യാസും വേണം മറ്റുള്ള പലഹാരത്തിനേക്കാൾ കൂടുതൽ, അതുപോലെ തന്നെ സമയവും വേണം അല്ലേ. അപ്പം നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് 10 ചപ്പാത്തി അറ്റ് എ ടൈം നമ്മൾ ഒരു ചപ്പാത്തി ചുടുന്ന സമയം കൊണ്ട് ചുട്ടെടുക്കാം. കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയ 15 ചപ്പാത്തി വരെ നമുക്ക് ആ ഒരു രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് കുറച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൂട്ടി കൊണ്ടുവന്നാൽ മതി ചപ്പാത്തിയുടെ എണ്ണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വളരെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ല ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ 3 വലിയ ഒരു സ്പൂണിന് 3 കയ്യിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ചോറിന് അളവൊന്നുമില്ല, നിങ്ങൾ ബാക്കി വന്ന ചോറ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് നനവ് വരാൻ എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം 3 കയ്യിൽ ചോറിന് ഒരു 5 കയ്യിൽ നമ്മളുടെ ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. നമ്മൾ ചോറ് നല്ലതുപോലെ അരച്ചതിന് ശേഷം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും ചോറ് നല്ലതുപോലെ അരച്ചതിന് ശേഷം നിങ്ങൾ പൊടിയിട്ട് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്. അപ്പം നിങ്ങൾ ആദ്യം ചോറ് നല്ലതുപോലെ അരച്ച് നമ്മൾ പൊടിയിട്ട് കൊടുക്കുക. അത് അളവ് നമുക്ക് സ്ത്രീകൾക്ക് വളരെയധികം അറിയാൻ പറ്റുമല്ലോ, എത്ര നനവ് എത്ര പൊടി അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാനതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തൊട്ടിട്ടേ ഇല്ല കേട്ടോ ആ ഒരു മാവ്. അപ്പം നമുക്ക് വെളിച്ചെണ്ണൻ്റെ കവറോ അല്ലെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിലിൻ്റെ കവറൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാകാറുണ്ട്. അതിൽ എണ്ണമയം ഉണ്ടാകാറുണ്ട്. നമ്മളത് കളയലാണ്. ഇനി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് എണ്ണയാണോ ആ എണ്ണയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ. ഒരു നുള്ള് എണ്ണയൊക്കെ ഇതിലുണ്ടാവുള്ളൂ, നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇത് കുഴച്ചെടുത്തുകൊണ്ട് തന്നെ ഇത്തിരി വാട്ടർ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്ത് ആ ഒരു കവറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ആകാനും അതുപോലെ തന്നെ നല്ലതുപോലെ കുഴഞ്ഞു കിട്ടാനും സാധിക്കും. ഇനി ഈ ഒരു മിക്സി കഴുകിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ ആ പൊടിയൊക്കെ ഉള്ളിൽ നിന്നും ബ്ലേഡിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ മിക്സിയിൽ ഒന്ന് 2-3 പ്രാവശ്യം പൾസ് ചെയ്ത് പിന്നെ ഒരു ഒന്നിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതും എളുപ്പമായില്ലേ. അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ കണ്ടില്ലേ നല്ലതുപോലെ തന്നെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ കുഴക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് തന്നെ നമുക്ക് ഇത് നല്ലപോലെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കവറ് നമ്മൾ കഴുകി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്നും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആ ഒരു കവർ ഉപയോഗിക്കാട്ടോ. നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴല്ലേ നമുക്ക് ആ ഒരു കവർ കിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാട്ടോ. അപ്പം നമുക്ക് എത്ര വലുപ്പമാണോ ചപ്പാത്തിക്ക് വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ഉരുളയായിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ കൈകൊണ്ട് തൊടേ വേണ്ട, കുഴക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ പൊടിയിട്ട് ഓരോ ചപ്പാത്തിയും ഈ ഒരു സൈസിൽ ചപ്പാത്തി പരത്തി വെക്കാം കേട്ടോ. ഈ ഒരു സൈസ് മാത്രം ആക്കുക, ഒന്നിൻ്റെ മേൽ ഒന്നായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എണ്ണ വേണമെങ്കിൽ തൂകാം. പക്ഷേ എണ്ണ കൊളസ്ട്രോൾ ഉള്ളവരും ഡയറ്റ് ചെയ്യുന്നവരൊന്നും എണ്ണ ഉപയോഗിക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പൊടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ തൂക്കി കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു ചപ്പാത്തി നമുക്ക് ഒരാഴ്ചയോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.
അപ്പം എന്നിട്ട് നമ്മൾ ഒരു 6 ചപ്പാത്തി എടുത്തിട്ട് ഞാൻ ഇപ്പം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. നമുക്കത് എക്സ്പീരിയൻസ് ആകുമ്പോൾ 10 ചപ്പാത്തി ആക്കാം, 15 ചപ്പാത്തി ആക്കാം. അത് ഓരോ സമയം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാവും. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കുവാൻ സാധിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത്രയും വലിപ്പം വേണ്ടെങ്കിൽ വളരെ ചെറുതാക്കി എടുത്താലും മതി. എന്നിട്ട് നമ്മൾ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നേരിയ തീയിലിട്ട് ഇത് മറിച്ചും തിരിച്ചും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഒരാഴ്ചയോളം നമുക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ചപ്പാത്തി ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി വരുമ്പം ഇപ്പോൾ റെഡി ടു മേക്ക് ചപ്പാത്തിയെക്കുറിച്ച് കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. അതിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. അത് വളരെ നമ്മുടെ ഹെൽത്തിന് വളരെ ദോഷകരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഒരാഴ്ചയോളം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കെടുത്ത് റെഡി ടു നമ്മൾ എടുത്ത് ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ ടേസ്റ്റോടു കൂടിയും ഹെൽത്തിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനി ഇപ്പോൾ തന്നെ കഴിക്കാനാണെങ്കിൽ കുറച്ച് എണ്ണ തൂകണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ തൂകി തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഇടാണ്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും നിങ്ങൾ തൂകിയതിന് ശേഷം തിരിച്ചു മറിച്ചു വിടുമ്പം അത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതൊന്നും ഇവിടെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത് ഇത്രയും വേവിലാണ് നമുക്ക് എടുത്ത് വെക്കേണ്ട ചപ്പാത്തികൾ എടുക്കേണ്ടത്. വളരെ അധികം വെന്ത് പോകരുത്, മുരിഞ്ഞു പോകരുത്. നമ്മൾ ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം വേവിച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ഹെൽത്തിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മൾ വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ കുറച്ച് നമ്മൾ കളയുന്ന ചോറുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതെടുത്ത് നമ്മൾ 6 ചപ്പാത്തി ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറണം, നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം സിപ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കവറിൽ ഇട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരാഴ്ചത്തേക്ക് നമുക്ക് എത്ര ചപ്പാത്തിയാണോ വേണ്ടത്, ഒരു ദിവസം നമുക്ക് എത്ര ചപ്പാത്തി വേണം അത്രയും നമ്മൾ ഒരു കവറിലിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ പുറത്തെടുത്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ അപ്പം തന്നെ കഴിക്കാൻ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നു കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു 6 7 ചപ്പാത്തി ഒരുമിച്ച് ചുട്ടെടുക്കാൻ പറ്റും. അതിൽ കുറച്ച് എണ്ണ തൂകി കുറച്ചുകൂടി വേവിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇത്രയും വേവല്ല, നല്ല രീതിയിൽ തന്നെ വേവിച്ച് സാധാ ചപ്പാത്തി മൊരിഞ്ഞെടുക്കുന്നത് എത്രയാണോ അത്രയും സമയം നമ്മൾ മൊരിയിച്ചെടുത്ത് കുറച്ച് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തൂകി എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടും. അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാം, നമുക്ക് പണം ലാഭിക്കാം, അതുപോലെ തന്നെ നമ്മളുടെ സമയവും ലാഭിക്കാം. നമുക്ക് വളരെ കുറച്ച് സമയമാണ് ഇപ്പം എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും ഇപ്പം വൈകുന്നേരങ്ങളിൽ രാത്രിയൊക്കെ ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്നത്. ഓഫീസിൽ കൊണ്ടായാലും യാതൊരു സോഫ്റ്റ് കുറവും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ട് ചുട്ട പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും വളരെ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക, ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് വഴി അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.